അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ അഭിവന്ദ്യനും ആദരണീയനുമായ അധ്യക്ഷൻ ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ മഹത്തായ അനുസ്മരണ സ്ഥാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായിട്ടുള്ള പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഇവിടെ മുഖ്യാതിഥിയായ കേരളത്തിൻ്റെ മൈത്രി ബാന്ധവങ്ങളുടെ കരുത്തുറ്റ തൂലികയായി നിൽക്കുന്ന കൃതഹസ്തനായ എഴുത്തുകാരൻ ശ്രീ കെ പി രാമനുണ്ണി, ബഹുമാന്യനായ കെ പി എം മജീദ് സാഹിബ്, ഡോക്ടർ എം കെ മുനീർ സാഹിബ്, പി കെ ബവാസ് സാഹിബ് തുടങ്ങി വേദിയിൽ പേരെടുത്തു പറയേണ്ട വളരെ പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ, വിശിഷ്യ MLA മാർ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാർ, ദീർഘമായി ഒരു അനുസ്മരണ പ്രഭാഷണം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും രണ്ടു പ്രധാനപ്പെട്ട ഓർമ്മകളുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ഓർമ്മയുടെ തിരയിളക്കം പോലെ ഒന്ന് ശോകസാന്ദ്രമായൊരു ഓർമ്മയാണ് മാർച്ച് 6, മറ്റൊന്ന് അഭിമാനകരമായൊരു മുഹൂർത്തമാണ് മാർച്ച് 10. ഈ രണ്ട് ഓർമ്മകളെയും കൂടിയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ചു ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടിൻ്റെയും സന്തോഷനിർഭരമായിട്ടും അതോടൊപ്പം തന്നെ ഓർമ്മകളുടെ ഒരു ദുഃഖസാന്ദ്രതയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഒന്ന്, വളരെ പ്രധാനമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സമുദായത്തിൻ്റെ രാഷ്ട്രീയമായ മുന്നേറ്റം എന്നത് മാത്രമായിരുന്നില്ല, അതിൻ്റെ സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെയും വലിയ മാറ്റങ്ങളുണ്ടാക്കാൻ, ന്യൂനപക്ഷ ജനവിഭാഗം എന്ന നിലയിൽ സംഘടിക്കാൻ അതിന് ധൈര്യം പകർന്നൊരു ദിവസത്തിൻ്റെ ഓർമ്മയാണ്. അതിനു മുമ്പേ അങ്ങനെ വേണോ എന്ന് ചോദിക്കുന്നൊരു ഘട്ടമുണ്ടായിട്ടുണ്ട് അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മുമ്പിൽ. അങ്ങനെ വേണോ എന്ന് ചോദിച്ചത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെയും അതോടൊപ്പം തന്നെ അവസാനത്തെയും എന്ന് പറയാൻ കഴിയുന്ന ഗവർണർ ജനറലിനെ ആ സന്ദേശവുമായി അങ്ങോട്ട് അയച്ചതാണ് മൗണ്ട് ബാറ്റൻ ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് ഇനി ആ കൊടി ഇന്ത്യയുടെ ആകാശത്ത് പറക്കരുത് എന്നാവശ്യപ്പെടുമ്പോൾ ഞാൻ മാത്രം സമ്മതിച്ചാൽ പോരാ എന്ന് പറയാനുള്ള ആർജവത്തിൽ നിന്നാണ് ഇന്ന് നാം ഇന്ത്യയുടെ ആകാശത്ത് പാറിക്കളിക്കുന്ന ഈ പച്ചപ്പതാകയെ ഇത്ര മനോഹരമായി കാണുന്നത്. ആ ആർജവത്തിൻ്റെ പേര് ഖായിദെ-മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നാണ്. അന്ന് ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ മോദിയല്ലാത്തതുകൊണ്ട് പറയാമെന്ന് വച്ചാലും നെഹ്റുവിനെ പോലെ അത്രമേൽ അനിഷേധ്യനായ ഒരാൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രവാളത്തിലില്ല. അങ്ങനെ ഒരാളോടാണ് നെഹ്റുവിനോട് പറഞ്ഞോളൂ, പണ്ഡിറ്റ്ജിയോട് പറഞ്ഞോളൂ എന്ന് പറയാൻ ധൈര്യം കാണിച്ചത്. ആ ധൈര്യം പിന്നെയും കാണിച്ചിട്ടുണ്ട്. ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത് അഭിവന്ദനായ CH മുഹമ്മദ് കോയ സാഹിബ് ഇതേ നെഹ്റുവിനെ, ന്യൂനപക്ഷ സമൂഹത്തിന് അവരവരുടേതായ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ നെഹ്റുവിനെ, ഇന്ത്യയുടെ അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയിലെ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർക്ക് എഴുതിയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ലെറ്റേഴ്സ് പരിശോധിച്ചാൽ നമുക്ക് കാണാനാവും, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ സ്വസ്ഥതയോടുകൂടെ നിലനിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു പ്രധാനമന്ത്രിയാണ് പണ്ഡിറ്റ്ജി. പക്ഷേ അതേ പണ്ഡിറ്റ്ജി തന്നെയാണ് മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് പറയുമ്പോൾ, അല്ല പണ്ഡിറ്റ്ജി, മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് പറയാനും അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ആ മഹാപ്രസ്ഥാനത്തെ ഉണർത്താനും കഴിഞ്ഞൊരു വലിയ മനുഷ്യൻ്റെ പേരാണ് CH മുഹമ്മദ് കോയ സാഹിബ്. അങ്ങനെ ഓർമ്മകളുടെ ഒരു വല്ലാത്ത ഇരമ്പമുണ്ട് നമ്മുടെ മുമ്പിൽ. CHൻ്റെയും ഖായിദെ-മില്ലത്തിൻ്റെയും ബാഫക്കിത്തങ്ങളുടെയും മഹാനായ പൂക്കോയത്തങ്ങളുടെയും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഓർമ്മകളുടെ കൂടെ അതിൻ്റെ ഇങ്ങേയറ്റത്ത് വന്നു നിൽക്കുകയാണ് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. എ ഡിമിനിറ്റീവ് ജയൻ്റ് ഓഫ് കേരള പൊളിറ്റിക്സ് എന്ന് വളരെ പ്രഗത്ഭനായ കേരള രാഷ്ട്രീയത്തിലും അതും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അങ്ങ് UN-ലും പ്രഗത്ഭനായിരുന്ന ശശി തരൂർ, അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ഞാൻ പിന്നെയും ആലോചിച്ചു പോകാണ്. അതൊരു വളരെ മനോഹരമായ പ്രയോഗമാണ്. എ ഡിമിനിറ്റീവ് ജയൻ്റ്, അതായത് ആകാരം കൊണ്ട് കുറുകിയ ഒരാൾ, പക്ഷേ ഇതിഹാസം രചിച്ച പിതാവിൻ്റെ പുത്രൻ എന്ന നിലയിൽ
കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ നിശ്ചിതമായ നിലപാടുകളെടുത്ത ഒരു പ്രഗത്ഭനായ നേതാവായി മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ നമ്മൾ കണ്ടു. മഹാനായ തൻ്റെ ജ്യേഷ്ഠൻ്റെ പിന്നാലെ തൻ്റെ ജ്യേഷ്ഠന്മാരുടെയും തൻ്റെ പിതാവിൻ്റെയും എല്ലാ തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെയും സമാർജിച്ചവരാണ്. തൻ്റെ പിതാവിൻ്റെ ജീവിതത്തെ അതേപോലെ ഒപ്പിയെടുത്തവരാണ്. ശരിക്കു പറഞ്ഞാൽ പിതാവ് ഏറ്റവും കൂടുതൽ ചേർത്ത് വച്ച ഒരു കുഞ്ഞാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ഇവിടെ ഇരിക്കുന്ന അഭിനന്ദനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും. പക്ഷെ പാണക്കാട്ടെ ആ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും സുഗന്ധ പുഷ്പങ്ങളാണ്. എന്നാൽ അതേ സുഗന്ധ പുഷ്പങ്ങളിൽ നിന്ന് ഓരോന്നിനും വേറിട്ട മനോഹരമായ ഗുണഗണങ്ങളും നമുക്ക് കാണാനാവും. ആ സുഗന്ധ പുഷ്പങ്ങളിൽ ഒന്നിനെ അങ്ങനെ സയ്യിദ് പാണക്കാട്ടെ PMSA പൂക്കോയത്തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു പോയതിനു ശേഷം ആ കുഞ്ഞിനെ വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു എന്ന് നമുക്ക് കാണാനാവും. 1 വയസ്സുള്ളപ്പോഴാണ് 1948 ഹൈദരാബാദ് ആക്ഷൻ. 1 വയസ്സുള്ള കുഞ്ഞ്, ശരിക്കു പറഞ്ഞാൽ തുണിയുടുക്കാത്ത കുഞ്ഞ്, തൻ്റെ പിതാവിൻ്റെ പിന്നാലെ നടക്കുന്ന മോൻ, ആറ്റേ എന്ന് വിളിച്ചാൽ ഓടി വന്ന് നെഞ്ചത്തു കയറുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന കുഞ്ഞുമോൻ. ആ ചെറിയ കുഞ്ഞുൾപ്പെടെയുള്ളവർ മറ്റുള്ളവരും ചെറിയ ബാല്യങ്ങളാണ്. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും. അസമയത്താണ് പോലീസ് ജീപ്പ് വന്ന് പാണക്കാട്ടെ മുറ്റത്തു നിൽക്കുന്നത്. ആ ജീപ്പിൽ കയറി തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോകുന്ന ഒരു വലിയ വാപ്പയുണ്ട്, മഹാനായ പാണക്കാട്ടെ PMSA പൂക്കോയത്തങ്ങൾ. ഞാൻ വെറുതെ സാന്ദർഭികമായി ഓർക്കാണ്. ആ പൂക്കോയത്തങ്ങൾ അന്ന് തീരുമാനിച്ചാൽ വേണമെങ്കിൽ മുസ്ലിം ലീഗുമായി എനിക്കൊരു ബന്ധവുമില്ലെന്ന് പറയാമായിരുന്നു. തൻ്റെ ഈ പിഞ്ചോമന ഉൾപ്പെടെയുള്ള കുഞ്ഞു ബാല്യങ്ങളെ ചേർത്ത് പിടിച്ച് തൻ്റെ തറവാട്ടിൽ സുഖമായി വാഴാമായിരുന്നു. അങ്ങനെ മാത്രവുമായിരുന്നില്ലല്ലോ. ഒരു സമയത്ത് ഈ മഹാസൗഭാഗ്യത്തെ തട്ടിയെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നൊരു സേട്ടു വന്ന കഥ പലപ്പോഴും അഭിനന്ദനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയാറുണ്ട്. വാപ്പയോട് പറഞ്ഞു, തമിഴ്നാട്ടിലേക്ക് പോരാം, എൻ്റെ നാടിൻ്റെ പ്രശാന്തമായ ഗ്രാമപ്രദേശത്ത് അങ്ങക്ക് ആവശ്യമായിട്ടുള്ള വലിയ സ്ഥലവും നൽകാം, വീടും നൽകാം, അതുകൊണ്ട് അങ്ങോട്ട് പോരാം എന്ന് പാണക്കാട്ടെ PMSA പൂക്കോയ തങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ KP രാമനുണ്ണി പറഞ്ഞ പോലെ സ്വന്തം മണ്ണിനെ ചേർത്ത് പിടിച്ചു എന്ന് പൂക്കോയ തങ്ങൾ. ആ ഗ്രാമത്തെ ചേർത്ത് പിടിച്ചു, പാണക്കാട്ടെ ഗ്രാമത്തെ ചേർത്ത് പിടിച്ചു. പാണക്കാട് ഗ്രാമം എന്നതുകൊണ്ട് നമ്മളൊരു ഗ്രാമത്തിലേക്ക് ചുരുങ്ങുകയല്ല ചെയ്തത്. ആ ഗ്രാമത്തിൽ നിന്ന് കേരളമാകെയും ഇന്ത്യയാകെയും പടർന്ന ഒരു വലിയ ശോഭയുടെ, അങ്ങനെ പിന്നീട് പഞ്ചനക്ഷത്രങ്ങളായി നമുക്കിങ്ങനെ ചിരിതൂകി നിൽക്കുന്ന വലിയ മനുഷ്യന്മാരെ മഹാനായ പൂക്കോയത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചു. പൂക്കോയത്തങ്ങൾ അന്ന് പോയില്ല. എന്നാൽ 48 ഹൈദരാബാദ് ആക്ഷൻ്റെ കാലത്ത് ജയിലിലേക്ക് പോയി. ജയിലിലേക്ക് പോകാതെ തൻ്റെ പാർട്ടി പിരിച്ചുവിട്ടു എന്നും പറഞ്ഞില്ല. ചില സഹോദരന്മാർ, നമ്മളൊക്കെ സാധാരണ മതസൗഹൃദ സമ്മേളനങ്ങളൊക്കെ പ്രസംഗിച്ചൊക്കെ വരുമ്പോൾ ചിലരൊക്കെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും കിട്ടാറുണ്ടാവും. പക്ഷേ ഓണം പള്ളിക്കൊക്കെ പിന്നെ അമിത്ഷാനെ പേടിയാണ്, മോദിയെ പേടിയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. കുറച്ച് മുമ്പാണ്. നമ്മളൊക്കെ ഇങ്ങനെ കേൾക്കാറും കാണാറും ഒക്കെ ഉണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടും അതോടൊപ്പം തന്നെ കുറച്ച് തീവ്രമായിട്ടുമുള്ള സംഘടനയെ നിരോധിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി പിരിച്ചുവിട്ടു എന്ന് പറയുന്ന പാരമ്പര്യമായിരുന്നില്ല മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം പിരിച്ചുവിടുമെന്ന് പറയാനായിരുന്നില്ല. മറിച്ച് ആ വലിയ അന്നത്തെ കാലത്തെ രാഷ്ട്രീയമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനിഷേധ്യത്വം നിലനിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ അത്തരം തീരുമാനത്തെ, അതുപോലെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനത്തെയും അംഗീകരിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് വിജയശ്രീലാളിതനായി തിരിച്ചു വന്ന പൂക്കോയത്തങ്ങൾ. ആ പൂക്കോയത്തങ്ങൾ നെഞ്ചു ചേർത്ത ആളാണ് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ടാണ് തങ്ങളെ നമ്മൾ ആറ്റപ്പൂ എന്ന് വിളിക്കാറുള്ളത്. ഞാൻ ഈ പദം ആദ്യമായി കേൾക്കുന്നത് പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൽ നിന്നാണ്. അതിനെനിക്കെൻ്റെ ഒരു വ്യക്തിപരമായൊരു അനുഭവമുണ്ട്. മഹാനായ തങ്ങൾ, ഞാൻ ജാമ്യയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏതാണ്ട് 99 ഇവിടെ ഉമർ സാഹിബ് ചോദിച്ചു തങ്ങളുമായിട്ട് അങ്ങനെ ഒരു സഹപാഠിത്വം ഉണ്ടെന്ന്. വളരെ ജൂനിയറാണ്. പക്ഷേ അന്ന് തങ്ങൾ, ഞാനന്ന് ജാമിയ നൂരിയയിലെ അൽമുനീറിൻ്റെ എഡിറ്ററാണ്, ചീഫ് എഡിറ്ററാണ്. സ്വാഭാവികമായും ചില സമയങ്ങളിൽ പ്രസംഗിക്കേണ്ടി വരും. തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാമായിരിക്കാം. പക്ഷെ അന്ന് ജാമ്യയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരിക്കൽ പാണക്കാട് ബഹുമാന്യനായ MP അബ്ദുൽ ഖാദർ സാഹിബ് എത്തി. MP അബ്ദുൽ ഖാദർ സാഹിബ് എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡൻറ്റും പിന്നീട് പ്രവർത്തക സമിതി മെമ്പറൊക്കെ ആയിരുന്ന MP അബ്ദുൽ ഖാദർ സാഹിബ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നാട്ടിലെ കണ്ണന്തറയിൽ ഒരു ഖത്തീബിനെ വേണം. മഹാനായ തങ്ങൾ എന്നെ പറഞ്ഞു. തങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തോന്നി. കാരണം കാലടിയിലാണ് എന്നാണ് പറഞ്ഞത്. കാലടി തന്നെയാണ് എൻ്റെ ജന്മദേശം. കാരണം ഓണംപള്ളിയും കാലടിയും തമ്മിൽ 3 കിലോമീറ്ററേ ഉള്ളൂ.
പക്ഷെ കൃത്യമായി പറയാൻ കഴിയാതെ വരുമ്പോഴേക്കും പ്രിയപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മഹാനായ ആലിക്കുട്ടി ഉസ്താദ് അവിടെ എത്തി. ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയാണ്. പ്രിയപ്പെട്ട എം പി അബ്ദുൽ ഖാദർ സാഹിബും അതോടൊപ്പം തന്നെ കണ്ണന്തറയിലെ കുറേ ആളുകളും കൂടി അവിടെ എത്തി. ഞാൻ അന്നേ തന്നെ തീരുമാനിച്ചിരുന്നു, കാരണം കണ്ണന്തറ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ ഏതാണ്ട് 2500ഓളം വീട്ടുകാരുള്ള ഒരു വലിയ മഹലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് ബന്ധുജനങ്ങളുള്ള നാടാണ്. അന്നാണെങ്കിലോ ഞാൻ ശാരീരികം എന്ന് പറയുന്ന ശരീരം വളരെ കുറവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എറണാകുളത്തൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒരു നല്ല ജുബ്ബൊക്കെ ഇട്ട് കുറച്ച് വയറൊക്കെ ഉണ്ടായാലാണ് വലിയ പണ്ഡിതനായിട്ട് അംഗീകരിക്കപ്പെടുക. ഞാനാണെങ്കിൽ അങ്ങനെ ആയിരുന്നുമില്ലതായി. ഞാൻ അന്നേ തന്നെ അവരോട് സുല്ല് പറഞ്ഞു, ഞാൻ ഏതായാലും അങ്ങോട്ടില്ല. ഏതായാലും അവരും എന്നെ കണ്ടപ്പോൾ മനസ്സിലാക്കി ഈ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയാൽ കണ്ണന്തറക്കാരാണ്, അവരങ്ങനെ സമ്മതിച്ചോളണം എന്നില്ല എന്ന രീതിയിൽ തന്നെ അവരും തൽക്കാലം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ UC കോളേജിനടുത്തുള്ള, ആലുവയിലെ UC കോളേജിനടുത്തുള്ള ഒരു മഹലിൽ നിന്ന് എനിക്ക് വിളി വന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെയും ഇതുപോലെ തന്നെ കമ്മിറ്റിക്കാരിങ്ങനെ നോക്കും. അങ്ങനെയാണ്. അങ്ങനെ നോക്കിയിട്ട് പക്ഷേ പറഞ്ഞ ആളോടുള്ള ഗൗരവവും അദ്ദേഹത്തോടുള്ള താല്പര്യവും കൊണ്ടാവാം വെള്ളിയാഴ്ചകളിലൊക്കെ നിർത്തി നോക്കുമ്പോൾ കുഴപ്പമില്ല, പ്രസംഗമൊക്കെ നന്ന് എന്ന രീതിയിലേക്കൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തൽക്കാലം അവിടെ നിർത്തി. അങ്ങനെ ഒരിക്കൽ ഞാൻ പ്രിയപ്പെട്ട ഇബ്രാഹിം സാഹിബിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, ആറ്റപ്പൂ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോലി തരണമെന്ന് ഞാൻ ആലോചിച്ചത്. ഞാനതാണ് വ്യക്തിപരമായുള്ളൊരു വല്ലാത്തൊരു യാദൃശ്ചികതയാണ്. ഞാൻ ജാമിയ നൂരിയയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും ആയിരുന്നില്ല. പാണക്കാട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ നാം ഇങ്ങനെ ഒരു അനന്തവിദൂരമായി നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ തൊടുന്നത് പോലെ കണ്ടിരുന്ന ഒരു കാലത്തിൻ്റെ മുമ്പിലാണ് പ്രിയപ്പെട്ട ആറ്റപ്പൂ അങ്ങനെ ഒരു കാര്യം പ്രത്യേകം നിശ്ചയിച്ചിട്ട് അങ്ങനെ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞു സാഹിബിനോട് പറഞ്ഞുകൊണ്ട് ആ തീരുമാനമെടുപ്പിച്ചത്. പിന്നീട് ഞാനൊരു യാത്രാവേളയിൽ ഇത് സൂചിപ്പിച്ചപ്പോൾ എപ്പോഴും തമാശയുടെ ഒരു ചിരിയുണ്ടല്ലോ, ആ ചിരി ചിരിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ കേരളത്തിലെ സുന്നി ചെറുപ്പക്കാരുടെ ആവേശമല്ലേ എന്ന് ചോദിച്ചൊരു സമയമുണ്ട്. ഞാനതിങ്ങനെ വികാരനിർഭരമായി ഓർക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം, അതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ഹൃദയബന്ധത്തെ പിന്നെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കാം മാർച്ച് 2022 മാർച്ച് 5-ാം തീയതി ശനിയാഴ്ച ഞാനന്ന് എൻ്റെ നാട്ടിലേക്ക് സ്വയം കാറോടിച്ചു പോകാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവറിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പേ ഏതൊരു യാദൃശ്ചികമായ വികാരം പോലെ ഞാൻ പ്രിയപ്പെട്ട ആറ്റപ്പൂവിനെ ഓർത്തു. എവിടെയായിരിക്കാം, ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കാം? അങ്ങനെ ആലോചനയിലൂടെ തന്നെയാണ് ആ യാത്ര അവസാനിച്ച് എൻ്റെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി ഞാൻ എൻ്റെ ഭാര്യയുമായി ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടൂർ വിളിച്ചിട്ട് പറഞ്ഞു, ആറ്റപ്പൂ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. ഞാൻ ചോദിച്ചു എവിടെയാണ്? അങ്കമാലി ലിറ്റിൽ ഫ്ലവറിലുണ്ട്. അഭിനന്ദനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വേഗം വിളിച്ചു. എന്താണ് ഞാനവിടെ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ. അന്നത്തെ ദിവസത്തെ രാത്രിയിൽ ICUവിലാണ്. പ്രിയപ്പെട്ട ഒളിമ്പിക് അഷ്റഫിനെ വിളിച്ചു. തങ്ങളാണ് എനിക്ക് നമ്പർ തന്നത്. ഞാൻ അവിടെ ചെന്നു. അവിടെ എല്ലാവരുമുണ്ട്. തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാവിലെ. പക്ഷേ മനസ്സശാന്തമാണ്. എന്തായിരിക്കും തങ്ങളുടെ ഇനിയുള്ള അവസ്ഥകൾ എന്നതിനെക്കുറിച്ചുള്ള ഒരു അശാന്തമായ ഒരു മനസ്സാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ഓഫീസ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് കുറേ പിരിവിനിറങ്ങി ഒരു 8-8 ആയപ്പോൾ ഞാൻ വന്ന് വീണ്ടും ഒളിമ്പിക് അഷ്റഫിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ ഗദ്ഗതം കേട്ടപ്പോഴേ കാര്യങ്ങളൊക്കെ പിടിവിടുന്നു എന്ന് മനസ്സിലായി. ഒരു 9 മണി 9:30 ആകുമ്പോൾ ഞാൻ ആ സംഭവം തിരിച്ചറിയുന്നു. വന്ദിരായ തങ്ങളെ വീണ്ടും ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, കാലടിയിലെ ബ്ലോക്കൊന്ന് ഒഴിവായി കിട്ടിയാൽ ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് ഓടിച്ചെല്ലും. കാറെടുത്ത് അങ്ങനെ തന്നെയാണ് പോയത്. ലിറ്റിൽ ഫ്ലവറിൻ്റെ മുമ്പിലെത്തി, ICUവിൻ്റെ മുമ്പിലെത്തി. അപ്പോഴേക്കും അവിടെ നിന്ന് വിളി വന്നു. ഞാൻ കയറി ചെന്നു. ആ സമയം ആത്മാവ് ആ കൂട് വിട്ടു പോയിരുന്നു. പക്ഷേ ആ ചൂടുമാറാത്ത ശരീരത്തെ ആ താട കെട്ടിക്കൊടുക്കാനും അതിനുശേഷമുള്ള അതിൻ്റെ യാത്രയുടെ ഒരു വലിയ സന്ദർഭങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കാനും ഈ വിനീതിന് സാധ്യമായി. അതൊരു വല്ലാത്ത യാദൃശ്ചികതയാണ്. എന്ന് തുടങ്ങിയതാണോ ആ ബന്ധം, പിന്നീടുണ്ടായ ഒരുപാട് യാത്രകൾ, ഒരുപാട് സംസാരങ്ങൾ, ഒരുപാട് ചർച്ചകൾ. നേരത്തെ ഇവിടെ ആരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ പറയാൻ പറ്റുന്ന ഒന്ന്, ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മളിങ്ങനെ പേടിച്ച് മാറി നിൽക്കുമ്പോഴേക്കും വിളി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ അവരാനെ വിളിച്ചിട്ട് പറയണ്ടാവും, എവിടെയാണ് ഓണംപള്ളി എന്ന് ചോദിക്കുന്നുണ്ടാവും. അടുത്തു നിർത്തിയാൽ തൻ്റെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചൊരു പിതാവിനെ പോലെ അത്രമേൽ ഹൃദ്യമായി സ്വീകരിച്ച ഒരു മഹാനായ വലിയ മനുഷ്യൻ്റെ ഓർമ്മയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. അതെപ്പോഴും ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് അർബുദം ബാധിച്ച് പിന്നീട് അത് ലിവറിന് ബാധിച്ചതിന് ശേഷം ഇനി വലിയ സമയമില്ല എന്നറിയുന്നൊരു നേരമുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു ഇനി 3 മാസം പോലും കൃത്യമായി പറയാൻ കഴിയില്ല. അപ്പോഴും എന്നെ ആദ്യമായി വിളിച്ചതും പ്രിയപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്.
ഞാൻ തങ്ങളോട് പൊട്ടിക്കരഞ്ഞു. തങ്ങളോട് അക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അതിനുശേഷം പിതാവ് ഒരൊറ്റ കാര്യം തീരുമാനിച്ചു. വാപ്പ പറഞ്ഞു, എനിക്ക് ആദ്യം പോകേണ്ടത് പാണക്കാട്ടേക്കാണ്. പാണക്കാട് പോയി എല്ലാവരെയും കാണണം. വാപ്പയുടെ ആ ആവശ്യം ഞാനും അതുപോലെ തന്നെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ വിളിച്ചു പറഞ്ഞു. തങ്ങളും രോഗിയാണ്, തങ്ങളും അതേസമയം ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊരവസ്ഥയിലാണ്. ഹമ്മാലു അസ്കാലി അഖ്വാം എന്ന് ഫറസ്ദക്ക് പാടിയ പോലെയാണ്. മനുഷ്യരുടെ നെഞ്ചകങ്ങളിലെ നീറുന്ന സങ്കടങ്ങളെ സ്വന്തം നെഞ്ചേറ്റുമ്പോഴും അവനവൻ്റെ വേദനകളെ മറന്നുപോയവരുടെ പേരാണ് പാണക്കാട്ടെ സാദാത്തുക്കൾ എന്നത് നമ്മൾ പഠിക്കണം. കാരണം ആ സമയത്ത് നിയമസഭാ ഇലക്ഷൻ്റെ മുമ്പിലാണ്. തിരക്കുകൾക്കിടയിൽ നിന്നൊന്ന് പാണക്കാട് ചെന്ന് കാണണമെന്ന് വാപ്പക്ക് നിർബന്ധം. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ തങ്ങൾ അന്ന് ആ സമയത്ത് ഇടപ്പാട് ഭാഗത്തൊക്കെയാണ് തങ്ങളുടെ പ്രചരണ പരിപാടി നടക്കുന്നത്, അവിടെ പോയി കണ്ടാൽ പോരെന്ന് ചോദിക്കുമ്പോൾ വാപ്പാക്ക് ആവശ്യം തങ്ങളെ നേരിട്ട് കുറച്ചു നേരം കാണണം. ഞാൻ അതും തങ്ങളോട് ആവശ്യപ്പെട്ടു. തങ്ങൾ പറഞ്ഞു, 9 മണിക്ക് എൻ്റെ വീടിൻ്റെ ലൈറ്റ് കെടുത്തു. അങ്ങനെയായിരുന്നു ആ സമയം. ആ സമയത്ത് വന്നാലും ഞാൻ അവിടെ കാത്തിരിക്കും. ഞാൻ 9 മണിക്ക് ശേഷമാണ് അവിടെ എത്തുന്നത്. ഗേറ്റ് അടച്ചിട്ടുണ്ട്, ലൈറ്റ് കെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ അന്ന് ആദ്യമായി പാണക്കാട്ടേക്ക് പലപ്പോഴും യാത്ര ചെയ്യുകയും ഇതേ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട്ടിലിരുന്ന് പലപ്പോഴും ചർച്ചകൾക്കും അല്ലാതെയും ഒക്കെ ചെല്ലുകയും ചെയ്തിട്ടില്ല. ഞാൻ അന്നെനിക്ക് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വീട് മനസ്സിലായില്ല. ഞാൻ പുറത്തിറങ്ങി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം ഞാൻ അത്രയുമേൽ വാപ്പയുമായുള്ള ഒരു വല്ലാത്ത ബന്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പരിഭ്രാന്തനാണ്. കുറച്ച് കഴിഞ്ഞ് ആ ഗേറ്റ് തുറക്കപ്പെട്ടു. ഞാനവിടെ ചെല്ലുമ്പോൾ തങ്ങൾ വിചാരിച്ചിരുന്നത് പിതാവ് വല്ലാതെ അവശനായിരിക്കുമെന്നാണ്. പക്ഷെ വാപ്പ ചാടിയിറങ്ങി മഹാനായ തങ്ങളുടെ അടുക്കലിരുന്നു. ആ സമയത്തിങ്ങനെ പതുക്കെ പതുക്കെ ഒരു ശിശുവിനെ പോലെ മന്ദം മന്ദം നടന്നു വന്ന് ചായക്കോപ്പയുമായി വന്ന് എൻ്റെ പിതാവിൻ്റെ മുമ്പിലിരിക്കുന്ന ആ മനുഷ്യന് രോഗം ശരീരത്തെ ബാധിച്ചിരുന്നു. അത്രമേൽ രോഗഗ്രസ്തമായിരുന്നിട്ട് പോലും മറ്റൊരാളുടെ സങ്കടങ്ങളുടെ മുമ്പിൽ തൻ്റെ സങ്കടത്തെ മാറ്റിയാണ് മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഓർമ്മകളുടെ വല്ലാത്തൊരു ഇരമ്പം നമ്മുടെ മുമ്പിൽ വരുന്നത്. കാരണം അത്രമേൽ നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന വളരെ നിസ്സാരന്മാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെയും അതൊരു വലിയ അഭയമായിരുന്നു. പല സന്ദർഭങ്ങൾ എൻ്റെ ഓർമ്മകളിൽ ഒരുപാട് അത്തരം തിരയിളക്കങ്ങൾ വരാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചേർത്തു നിന്നത്, യാത്രകൾ പോയത്. ഞങ്ങൾ വന്ദിരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളോടൊപ്പം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ പോയത്. ബംഗാളിലേക്കുള്ള യാത്രയിലൊക്കെ തങ്ങളുടെ ഒരു എപ്പോഴും ഇങ്ങനെ നനുത്ത ചിരിയുമായി ഇങ്ങനെ തമാശ പറഞ്ഞിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ കാണാം. ബംഗാളിലേക്കുള്ള യാത്ര വെറുതെ ഒന്നുമായിരുന്നില്ല. ബംഗാളിനെയും കേരളീയ മുസ്ലിം സമാജം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാസ്ഥ്യത്തിൻ്റെ വലിപ്പത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹൈദരലി ശിഹാബ് തങ്ങളും ചെറുശ്ശേരി ഉസ്താദും എല്ലാം കൂടി പോയത് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയുടെ ഒരു ഓഫ് ക്യാമ്പസിന് തറക്കല്ലിടാനാണ്. ആ ഓഫ് ക്യാമ്പസിന് തറക്കല്ലിടാൻ ചെല്ലുമ്പോൾ ബംഗാളിയായിട്ടുള്ള പശ്ചിമ ബംഗാളിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ തന്നെ പാണക്കാട് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ തങ്ങന്മാർ ഏതു രാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി ഗേറ്റുകൾ തുറന്നിട്ടിരിക്കുന്നു. ഞങ്ങൾക്കും തങ്ങന്മാരുണ്ട്, ഞങ്ങൾക്കും പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവരാരും ഞങ്ങളുടെ സങ്കടങ്ങളുടെ കൂടെ നടക്കാറില്ല, ഞങ്ങളുടെ ഹൃദയവേദനകളെ തിരിച്ചറിയാറില്ല. ഇപ്പോൾ ഇതാ ഇവിടെ വന്നൊരു കല്ലു നടാൻ വന്നിരിക്കുകയാണ്. അതെ, ഭീംപൂരിൽ ആ കല്ല് നട്ടു എന്നാണ് ഞാൻ പറയാം. കാരണം ആ കല്ലു നട്ടത് വളർന്നു വലുതായി ഇന്ന് പശ്ചിമ ബംഗാളിൻ്റെ പുതിയ കാല ഇസ്ലാമിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രമായി അത് മാറുമ്പോൾ മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ ബർസഖിയായ ജീവിതത്തിലൊരു പുഞ്ചിരി ഉണ്ടാവും. ഞാൻ വീണ്ടും പറയുന്നു, മഹാനായ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ആ പുഞ്ചിരിയെ ഞാനിങ്ങനെ എൻ്റെ ഹൃദയാകാശത്ത് ആ പുഞ്ചിരിയുടെ നിലാമഴ കാണുകയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നാം വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്നൊരു ജനത, നാം ഒന്നുമല്ലാതിരുന്നൊരു കാലം, ആ കാലത്ത് ഈ സാദാത്തുക്കൾ നേതൃത്വം കൊടുത്ത് CH പോലെയുള്ള പ്രഗത്ഭരായ നേതാക്കളുടെ പിന്നാലെ നമ്മൾ നടന്നു പോകും. മതവിദ്യാഭ്യാസ രംഗത്ത് അതുല്യ പ്രതിപാദനന്മാരായ ചില മനുഷ്യന്മാരുണ്ടായി. അവരിൽ ചിലർ ചെമ്മാട്ടം മാനിപ്പാടത്തിരുന്നിങ്ങനെ ആലോചിച്ചു, നമ്മുടെ ഈ സംസ്കാരത്തെയും നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസ സാമൂഹിക പുരോഗതിയെയും ലോകത്തെ എല്ലാ സമൂഹങ്ങൾക്കും അറിയിക്കാൻ കഴിയുന്ന ലോകഭാഷകൾ പഠിച്ച പ്രഗത്ഭ പണ്ഡിതന്മാരുണ്ടായിക്കൂടെ? ആ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരമായിരുന്നു ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്ന ഒരു കുട്ടി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾക്ക് അമരത്വം നൽകുന്ന വളരെ പ്രഗത്ഭമായ IAS സെൻ്ററായി മാറിയ പ്രിയപ്പെട്ട നജീബ് സാഹിബിൻ്റെ പെരിന്തൽമണ്ണയിലെ IAS സെൻ്ററിൽ നിന്ന് പഠിച്ച്
അങ്ങനെ വളർന്നിന്ന് IAS എന്ന സിവിൽ സർവൻ്റ് എന്ന് പറയുന്ന യോഗ്യത നേടി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ ബർസഖിയായ ജീവിതത്തിലൊരു പുഞ്ചിരി ഇങ്ങനെ നിലാവ് പോലെ വിരിയുന്നുണ്ടാകും. ഒന്ന് തൻ്റെ പേര് അമരമാക്കിയ, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട നജീബ് സാഹിബിൻ്റെ ആ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ തന്നെ പഠിക്കുകയും അതിനേക്കാളും അപ്പുറം തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നെഞ്ചു ചേർത്ത് പിടിച്ചിട്ടുള്ള വലിയൊരു വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അതിലെ സന്താനം തന്നെയായ ചെറുപ്പക്കാരൻ, ഇന്ന് 25 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഇന്ന് സിവിൽ സർവൻ്റ് എക്സാമിൽ 318 മറ്റോ റാങ്ക് വാങ്ങി നിൽക്കുന്ന കാഴ്ചയുടെ മുമ്പിൽ തങ്ങളെ നമ്മൾ ഓർക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനൊക്കെ തുടക്കമിടുമ്പോൾ ഇവരെല്ലാവരും തന്നെ അങ്ങനെ തന്നെ പോയവരാണ്. എല്ലാവരുടെയും വിദ്യാഭ്യാസ സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെ അവരുടെ നേതൃത്വത്തെ നമ്മളിങ്ങനെ ഓർമ്മകളുടെ ഘോഷയാത്ര പോലെ കാണും. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കൈറോന്നാണ് പഠിച്ചു വന്നത്. ശിഹാബ് തങ്ങൾ അറബിയിൽ അതീവ പ്രഗത്ഭനും നിപുണനുമായിരുന്നു. ഞാൻ പ്രിയപ്പെട്ട അസ്ഹരി തങ്ങളെ പലപ്പോഴും ഓർക്കാറുണ്ട്. അസ്ഹരി തങ്ങൾ ജാമിയയിലെ ക്ലാസ്സിൽ പറയാറുണ്ട്, ശിഹാബിന് അറബി തബഇയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അറബിയിൽ സ്വയമേവ ഒരു സാധാരണ അറബിയിൽ പറഞ്ഞു പഠിച്ചിട്ടുള്ള ആ അറബിയെ സഹജമായി അറിയുന്ന അതിൻ്റെ പ്രകൃതിയായുള്ള ഭാവത്തിൽ മഹാനായ തങ്ങൾക്ക് സംസാരിക്കാനാകുമായിരുന്നു. അറബിയും സംസാരിച്ചു, ഇംഗ്ലീഷും സംസാരിച്ചു. പക്ഷേ ഇവിടെ KP രാമനുണ്ണി പറഞ്ഞതുപോലെ ഒരു തലക്കനത്തിൻ്റെയും കൂടെ നടക്കാതെ തലകുനിച്ചു നടന്നവരും കൂടിയാണ് പാണക്കാട്ട് ഓരോ സയ്യിദും. തലകുനിച്ചു നടന്നു. ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യവാരായ അടിമകളെ കണ്ടിട്ടുണ്ടോ? അവർ തലകുനിച്ചു നടന്നു. വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നിടത്ത് പോലും മിതഭാഷികളായി. അനാവശ്യമായ തർക്കങ്ങൾക്ക് അവർക്കൊരിക്കലും പോകാൻ കഴിഞ്ഞില്ല. എന്നോട് MI തങ്ങൾ പറഞ്ഞൊരു സ്വകാര്യമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഈ ഡിസംബർ 6, അതായത് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിൻ്റെ ശേഷമുള്ള അശാന്തമായ ഒരു കാലത്തിൻ്റെ മുമ്പിൽ ഏതോ ഒരു രാത്രിയിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ MI തങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെന്നു. അവർ പറഞ്ഞു, പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം, ബഹിഷ്കരണത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും തീജ്വാലയുടെ ഒരു കൊടുങ്കാറ്റ് ഉയരണം. MI തങ്ങളെപ്പോലെ ഒരു ദാർശനികനായ രാഷ്ട്രീയ നേതാവിൻ്റെ വർത്താനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവരത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എല്ലാം തലകുനിച്ചിങ്ങനെ കെട്ടിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. MI തങ്ങൾ പറഞ്ഞു, പാർട്ടിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പാർട്ടിക്ക് MI തങ്ങളുടെ ഈ വാദത്തിൻ്റെ മുമ്പിൽ തങ്ങളിങ്ങനെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പാർട്ടിക്ക് വില കൊടുക്കേണ്ടി വന്നാലും ഒടുക്കം എൻ്റെ സമുദായത്തിന് വില കൊടുക്കേണ്ടി വരാതിരിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നിങ്ങൾ ആലോചിക്കണം, അന്ന് ആ തീരുമാനത്തിൻ്റെ 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മാർക്സിസ്റ്റ് ആചാര്യൻ P. ഗോവിന്ദപിള്ള PG അദ്ദേഹം എഴുതി, കേരളത്തിൻ്റെ ഈ മതേതര സംസ്കാരത്തെ നിലനിർത്തിയത് ശിഹാബ് തങ്ങളുടെ നിലപാടാണ് എന്നായിരുന്നു. ആ ശിഹാബ് തങ്ങളുടെ പിന്തുടർച്ചക്കാരനായിട്ടാണ് 2009 ഓഗസ്റ്റ് 1 മഹാനായ തങ്ങൾ വഫാത്തായതിനു ശേഷം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. പക്ഷെ മറ്റൊരു കാര്യവും സവിശേഷതയുമുണ്ട് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക്. ശിഹാബ് തങ്ങൾ സമസ്തയുടെയും അതോടൊപ്പം തന്നെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായിട്ടുള്ള മുഴുവൻ എല്ലാത്തരം ചലനങ്ങളുടെയും നേതൃരംഗത്തുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ പിതാവിനെപ്പോലെയും തൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെപ്പോലെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായി, സമസ്തയുടെ ഉപാധ്യക്ഷനായി, സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി, ഒരു ഭാഗത്ത് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുമ്പോൾ 2010 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷ പദവിയിലിരുന്ന് സമസ്തയുടെ അവസാന വാക്കായി, തീരുമാനങ്ങളുടെ അവസാനത്തെ മുദ്രയായി മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ നമുക്ക് കാണാനായി. തങ്ങളുടെ രാഷ്ട്രീയവും തങ്ങളുടെ സംഘടനാപരവുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു നീണ്ട നിരയുണ്ട്. അതൊരു കടലിൻ്റെ പുഴ പോലെ നീണ്ടു കിടക്കുന്നതാണ്. ഞാനത് മുഴുവൻ പറയാൻ എൻ്റെ സമയം എന്നെ അനുവദിക്കുന്നില്ല. ഞാൻ 5 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നു. 1973 തങ്ങൾ സംഘടനാ രംഗത്തുണ്ട്. സുന്നി പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ബഹുമാന്യനായ ബഹാവുദ്ദീൻ ഉസ്താദ് ജനറൽ സെക്രട്ടറിയും പ്രസിഡൻ്റായി വന്ധ്യരായ തങ്ങളുമായിട്ടാണ് SSF തുടങ്ങി വെച്ചത്. പിന്നെ എന്തോ ആയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുകൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നില്ല. ചരിത്രം ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്.
അന്നെന്താണോ തുടങ്ങി വെച്ചത് അന്ന് പറഞ്ഞവർക്ക് മീതെ ഇന്ന് ചിലർ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്കൊക്കെയും ചരിത്രത്തിൽ വീണ്ടും വീണ്ടും മറുപടി കൊടുക്കാനും ആ വാദങ്ങളെല്ലാം ചവറ്റുകുട്ടയിലും ശ്മശാന ഭൂമിയിലും മാത്രമായി ഒതുക്കാനും കഴിഞ്ഞ ഒരു വലിയ സംസ്കാരം പാണക്കാടുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനേക്കാൾ വലിയ സൂചനകൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. 73-ൽ തുടങ്ങി 76-ലാണ് മഹാനായ തങ്ങൾ ജാമ്യയിൽ നിന്ന് പോരുന്നത്. വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, കേരളത്തിൻ്റെ വൈജ്ഞാനിക ഇതിഹാസമായിരുന്ന മഹാനായ ശംസുൽ ഉലമ ഉൾപ്പെടെ, മഹാപർവ്വതം പോലെ വൈജ്ഞാനികമായ ഒരു ഗരിമയായി നിന്നിരുന്ന മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരായ പണ്ഡിതന്മാരായിരുന്നു അഭിയന്തനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ. അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവരുടെ സ്നേഹത്തിൻ്റെ ഒരു സാഗരം മഹാനായ തങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ശിഷ്യനും ഗുരുവും തമ്മിലുണ്ടായിരുന്നൊരു വല്ലാത്ത ഹൃദയബന്ധം നമുക്ക് പലപ്പോഴും കാണാനാവും. ഞാൻ ഈ കാസർഗോട്ട് ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെയാണ് കാളി ആരോഹണ പരിപാടി നടന്നത്. അങ്ങനെ കാണിച്ചു തന്ന കാളി ആരോഹണ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു സ്മരണയുണ്ട്. അതിതായിരുന്നു, മഹാനായ ശംസുൽ ഉലമ വേദിയിലേക്ക് കടന്നു വരുന്നു. വേദിയിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന തൻ്റെ ശിഷ്യനുണ്ട്. ശിഷ്യൻ ഇരുന്നില്ല. വലിയ മഹാഗുരു കടന്നു വരുമ്പോൾ ശിഷ്യൻ എഴുന്നേറ്റ് നിന്നു. ആദരപൂർവ്വം ആ സദസ്സും വേദിയും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. മഹാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന വേദിയിലേക്ക് കടന്നു വന്നിട്ട് പക്ഷേ മഹാനായ ശംസുൽ ഉലമയും ഇരിക്കുന്നില്ല. ഒരാളിങ്ങനെ ജപമാല മറിച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു, മറ്റേയാൾ തൻ്റെ പ്രിയ മഹാഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിനീത വിധേയനായി നിൽക്കുന്നു. ആളുകൾ മുഴുവനും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഹൈദരലി ശിഹാബ് തങ്ങൾ ഇരിക്കാതെ ശംസുൽ ഉലമ ഇരിക്കൂല. അതിനായി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെ ആരോ പിറകിൽ നിന്ന് പതുക്കെ അങ്ങനെ ഇരുത്തിയപ്പോഴാണ് ശംസുൽ ഉലമ തൻ്റെ കസേരയിൽ ഇരുന്നത്. അത്ര വലിയ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വല്ലാത്ത ഇഴയടുപ്പത്തിൻ്റെ ഒരു ചരിത്രം നമുക്ക് ഓർക്കാനാവും. 76-ലെ ജാമ്യയിൽ നിന്ന് പോന്ന് പിന്നീട് നമുക്ക് കാണാനാവുന്നത് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ, സമസ്തയുടെ ഏതു കാലത്തെയും ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു വലിയ നേതൃത്വം, 87-ൽ SMF-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ തുടർന്നു പോകുന്ന കാളി എന്ന നിലയിൽ ആയിരക്കണക്കിന് മഹല്ലത്തുകളുടെ കാളിയായി അങ്ങനെ ഒരു വല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഓർമ്മകളിലൂടെയാണ് നമ്മുടെ യാത്ര. ഇനി ഒറ്റക്കാര്യം എനിക്ക് പറയാനുള്ളൂ, ജീവിതത്തിൻ്റെ ആ വലിയ ഓർമ്മകൾ എത്രയോ വലിയൊരു മനോഹരമായ നക്ഷത്രം പോലെയാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്. മർണോ വാലം കി ജബീൻ രോഷൻ ഹേ ഇസുൽമത്തുമേം, ഈ ഇരുട്ടിൻ്റെ ഘനാന്ധകാരത്തിൻ്റെ ഉള്ളിൽ മരിച്ചുപോയ മനുഷ്യരുടെ നെറ്റിത്തടത്തിൻ്റെ പ്രകാശമുണ്ട്. ആ പ്രകാശം ഘനാന്ധകാരം നിറഞ്ഞ രാത്രിയുടെ ഇരുട്ടിൽ ഒരു ശുഭ്രനക്ഷത്രം പതികൻ്റെ വഴികാട്ടിയായി നിൽക്കുന്നത് പോലെ വഴികാട്ടി നിൽക്കുന്നുണ്ട്. പാണക്കാട്ട് ഓരോ നക്ഷത്രങ്ങളും തങ്കത്തിളക്കമായി നിൽക്കുന്നു. ജീവിക്കുന്നവരും അങ്ങനെ തന്നെയാണ്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പോലെ ഒരു നക്ഷത്രം അസ്തമിക്കുമ്പോൾ മറ്റൊരു നക്ഷത്രത്തിൻ്റെ താരോദയം, മനോഹരമായൊരു താരോദയം. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങളും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നു നേതാവായതല്ല. ഒട്ടേറെ വലിയ സംഘടനാ പാരമ്പര്യത്തിൽ SKSSF-ൽ അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൽ അങ്ങനെ കടന്നു വന്ന വലിയ പാരമ്പര്യം. ആ പാരമ്പര്യം മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ മുറ്റത്ത് കളിച്ചു വളർന്നതിൻ്റെ പാരമ്പര്യം മാത്രം മതിയാകുമല്ലോ. ആ പാരമ്പര്യവും എല്ലാം ഉൾക്കൊള്ളുന്ന ദീർഘദർശനം ചെയ്യാനാകുന്ന പ്രഗത്ഭനായ ഒരു നേതാവായി അഭിയന്തനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെന്ന എൻ്റെ തങ്ങളും നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സ അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ എൻ്റെ സമയത്തിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.